ഹലോ, ഞാൻ ലിബിൻലി. അപ്പം ഞാൻ ഇന്നൊരു സിനിമ കണ്ടു. അതായത് ശിവകാർത്തികേയൻ്റെ മദ്രാസി എന്ന് പറഞ്ഞൊരു സിനിമ. പടം തമിഴായതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നല്ലൊരു ആക്ഷൻ പടമാണെന്ന് വിചാരിച്ചു, അതുകൊണ്ട് തന്നെ പോയി കണ്ടത്. എന്തായാലും പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മറ്റേ ശിവകാർത്തികേയൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഒന്നും പോലും മനസ്സിലാവാണ്ടിരുന്നിട്ടില്ല. എല്ലാവരും തമിഴായാലും എനിക്ക് മനസ്സിലായി. അപ്പം ഇനി തുടങ്ങി അങ്ങനത്തെ ഒരു ഇത് വേണ്ട. കാരണം ശിവകാർത്തികേയൻ്റെ ഇതിന് മുമ്പ് ഇറങ്ങിയ ഒരു പടമുണ്ട്, ഡോക്ടർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ആ പടം ഇങ്ങനെ കാണാൻ പോയിട്ട് എനിക്ക് ഒരു കുന്തവും മനസ്സിലായില്ല. ആ പടം ഞാൻ വെറുത്ത് പോയതാണ്. ഞാനത് കവിതയിലെ പോയത്. പിന്നെ കവിതയിലത്തെ സീറ്റും കാര്യങ്ങളൊക്കെ അതും കൂടി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പൂർത്തിയായി. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് തന്നെയാണ് ഇന്നിപ്പോൾ ശിവകാർത്തികേയൻ്റെ പടം ആയതുകൊണ്ട് കണ്ടത്. പിന്നെ ഇതിൽ ആക്ഷൻ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും കൂടി ടിക്കറ്റ് എടുക്കാൻ കാരണം തന്നെ. പക്ഷെ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അമ്മാതിരി. അതായത് ഇതിൻ്റെ എന്താ ഇനിയിപ്പോൾ പറയുക, സിനിമയുടെ സ്പോയിലറാണോന്ന് അറിയില്ല. പുള്ളിക്കൊരു സിൻഡ്രോം വരും. അപ്പം അതിൽ പിന്നുള്ള വാശിയും കാര്യങ്ങളൊക്കെയാണ് ഈ പടം മെയിനായിട്ട് കാട്ടുന്നത്. ഇതൊന്നും സ്പോയിലർ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്. കാരണം തിയേറ്ററിൽ കണ്ടു നോക്ക് എങ്ങനെയാണ് ആ സംഭവങ്ങളൊക്കെ വന്നതെന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ തന്നെയായിരിക്കും നല്ലത്. പിന്നെ പടത്തിൽ എടുത്തു പറയേണ്ടത് ഇത്രേ ഉള്ളൂ. അതായത് ശിവകാർത്തികേയൻ്റെ ഫൈറ്റും കാര്യങ്ങളും. ഇതിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ശിവകാർത്തികേയൻ്റെക്കാളും ഒരു പടിക്ക് മേലെ നിൽക്കുന്ന ഒരു വില്ലൻ പോലെയാണ് ഇതിൽ എനിക്ക് തോന്നിയത്. ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞത് മെയിൻ വില്ലൻ. അതായത് നമ്മുടെ കത്തി സിനിമയിലെ വിജയുടെ വില്ലനില്ലേ, ആ വില്ലൻ. ആ പുള്ളിയുടെ പേര് എനിക്ക് ശരിക്കും അറിയാൻ പാടില്ല. വിദ്യുത്ത് അങ്ങനെ കണ്ട പേര്, വിദ്യുത്ത് ജംവാളോ അങ്ങനെ കണ്ടു. എനിക്ക് ശരിക്കും പേര് അറിഞ്ഞൂടാ. എന്തായാലും ആ പിന്നെ പുള്ളിയുടെ ഒരു കമാൻഡോ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഒരു ഹിന്ദി പടം. അത് ഞാൻ ഇങ്ങനെ തന്നെ തിയേറ്ററിൽ പോയി പലതവണ കണ്ട പടം, കമാൻഡോ. അപ്പോൾ ആ പടത്തിൽ നല്ല നല്ല പാട്ടുകൾ. അത് കാര്യമല്ല, അതൊക്കെ പോട്ടെ. ഇപ്പം ഞാൻ മെയിനായിട്ടും വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ മദ്രാസി എന്ന് പറഞ്ഞ പടം എന്തുകൊണ്ടും എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു പടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അമ്മാതിരി ഫൈറ്റും കാര്യങ്ങളാണ്. പിന്നെ അതിനൊത്ത BGM-ഉം സെക്കൻഡ് ഹാഫൊക്കെ ഉണ്ടല്ലോ, തീ പാർന്ന BGM-ഉം ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പ്രേമവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കയ്യിൽ നിന്ന് പോകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇൻ്റർവെൽ പഞ്ച് ആയിപ്പോണ്ടല്ല, ഒരു സംഭവം തന്നെ ഉണ്ട്. ഇൻ്റർവെൽ പഞ്ച് ആകുമ്പോൾ ഒരു വില്ലൻ്റെ നേരെ ഒരു ഫോൺ കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ തിയേറ്റർ പഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ പഞ്ച് എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം ഈ പടത്തിലെ. എന്തായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈറ്റിൻ്റെ അങ്ങനെ പറയില്ല. അതായത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ വിദ്യുത്ത്, ആ പുള്ളിയൊക്കെ സെക്കൻഡ് ഹാഫിൽ പുള്ളിയുടെ ഒരു സെക്കൻഡ് ഇൻട്രോ പോലെ വന്നിട്ടുണ്ട്. ആ ഇൻട്രോ എന്ന് പറഞ്ഞാൽ പുള്ളി മറ്റേ ഇങ്ങനെ ഇപ്പോൾ തൂങ്ങിക്കിടന്ന് പുഷപ്പടിക്കണം ആ രീതിയിൽ. അതൊക്കെ കാണുമ്പോൾ കിഡിലായിട്ട് തോന്നിയായിരുന്നു. എന്തായാലും പടം കിഡിലും പടം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കാണാവുന്ന പടം. നല്ലൊരു അറ്റ്മോസ്ഫിയർ കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ പടം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം 100% എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ മാത്രമല്ല, ഇതിൽ ബിജു മേനോൻ്റെ റോള് ഞാൻ ആ ട്രെയിലറിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല പോലീസോ അങ്ങനെ ഗസ്റ്റ് റോളോ അങ്ങനത്തെ വല്ല സംഭവിക്കുന്നു വിചാരിച്ചത്. പക്ഷേ പടത്തിൻ്റെ ത്രൂ ഔട്ട് ബിജു മേനോൻ ഈ പടത്തിലുണ്ട്. ഒരു സഹനടനല്ല, ഒരു സഹനായകൻ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. പക്ഷേ എന്നാലും ഇല്ല. എന്തായാലും ബിജു മേനോൻ ഇതിൽ ത്രൂ ഔട്ട് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ച നടിയുടെ പേര് എനിക്ക് ശരിക്കും കൃത്യമായിട്ട് പേര് എനിക്ക് ഓർമ്മയില്ല. രുക്മണി വസന്ത് അങ്ങനെ കണ്ട്. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഒരു പടത്തിലും. പിന്നെ എന്നിട്ട് ഷബീർ കല്ലറക്കൽ, പേര് കേൾക്കുമ്പോൾ മലയാളി ആണോന്ന് എനിക്കറിയില്ല. മറ്റേ ഈ അയ്യോ അതേത് പടം, ദുൽഖർ സൽമാൻ്റെ ഒരു പടത്തിലുണ്ട്. ആ പടത്തിലുള്ള അവൻ തന്നെ ഷബീർ എന്ന് പറഞ്ഞ കല്ലറക്കൽ. പടം എന്തുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോയി കാണാം. എനിക്കെന്തായാലും പടം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പടത്തിനെ കുറിച്ച് നെഗറ്റീവ് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നെഗറ്റീവ് ഒന്നും പറയാത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടം. പ്രത്യേകിച്ച് ഈ പടത്തിൽ BGM സെക്കൻഡ് ഹാഫൊക്കെ ഉണ്ടല്ല, തിയേറ്ററിൽ ആ ഫൈറ്റൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു രോമാഞ്ചമില്ലേ, ആ സംഭവം എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടി. അത് തുടക്കം തുടങ്ങി കാണുമ്പോഴാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നെ എന്നൊക്കെ ഉള്ളത് കാണാം. പിന്നെ ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞാൽ, അതായത് വില്ലന് നായകൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കത്തിയായിട്ടുള്ളൊരു റോളാണ്. കാരണം മറ്റേ വിദ്യുത്ത്, ആ വില്ലൻ എന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ തോക്കുമായിട്ട് നിൽക്കുന്ന ഒരു 100 ഒരു 50 ആൾക്കാരെ ഒറ്റയ്ക്ക് അടിച്ച് കൊല്ലണ ഒരു ഇതൊക്കെ ഉണ്ട്. പുള്ളി
അതാണ് പുള്ളീനെ എതിർക്കാൻ ആർക്കും പറ്റില്ല എന്ന രീതിയിൽ. അവസാനം ശിവകാർത്തികേയൻ രസമാണ്. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലും കാര്യങ്ങളൊക്കെ പടത്തിൽ ഗംഭീരമാണ്. എന്തായാലും തിയേറ്ററിൽ കാണേണ്ടവർക്ക് കാണാം. കാരണം ഗംഭീരമായൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ പടം എനിക്ക് തന്നത്. എന്തായാലും കണ്ടു നോക്ക്. ശരി.